ഇത് വിളഞ്ഞു കഴിഞ്ഞാൽ എറിഞ്ഞെടുക്കാം എന്നുള്ള മനസ്സുള്ളവരൊക്കെ അടുത്തൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് പറയാൻ കഴിയില്ല, നിങ്ങൾ ഇതിനു മുമ്പ് കന്നുകാലികളെ ഇറക്കല്ലേ, അത് കന്നുകാലികൾക്ക് വേണ്ടി അരിയല്ലേ എന്ന് പറയാൻ അവർക്ക് നാവ് വഴങ്ങില്ല. കാരണം അവരൊന്നും നട്ടുപിടിപ്പിച്ചല്ലോ. എന്നും വാക്കിങ്ങിന് പോയി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല, പോകുമ്പോൾ ഇരുട്ടായിരിക്കും. അപ്പോൾ പോയി വരുമ്പോൾ കാണുന്ന കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റി. ഒരു പാടം മുഴുവൻ നെല്ല് വിളയാറായി നിൽക്കുന്നു. എന്നാൽ ഇത് ആരും നട്ടതോ പിടിച്ചതോ ഒന്നുമല്ല, വെറുതെ ഉണ്ടായതാണ്. വെറുതെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒരു 4 മാസം മുമ്പേ നെല്ല് കൊയ്തെടുത്ത് അതിൽ നിന്നും കൊഴിഞ്ഞ വിത്തുകൾ മുളച്ചുണ്ടായതാണ്. ശരിക്കും ഒരു പരിചരണമോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നെല്ല് വിളയാറായി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഭൂരിഭാഗവും കന്നുകാലികളും മറ്റുള്ളവർ അരിഞ്ഞു കൊണ്ടുപോയിട്ടും ഒക്കെ കൂടി നശിപ്പിച്ച് പോയിട്ടുണ്ട്. എന്നാൽ ഇത് ആരെങ്കിലും നട്ടതാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ അതൊക്കെ തടയും. പക്ഷേ ഇത് തടയാൻ ആരുമില്ല. വേണ്ടവർക്ക് മുഴുവൻ അരിഞ്ഞ് കന്നുകാലികൾക്ക് കൊണ്ടുപോകാം. എന്നാൽ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, അത് വിളഞ്ഞു കഴിഞ്ഞാൽ അരിഞ്ഞു കൊണ്ടുപോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നത്. കാണുമ്പോൾ വളരെ വേദന തോന്നുന്നു. കാരണം മുമ്പൊക്കെ നമ്മൾ കൊയ്ത്തിൻ്റെ കാലത്ത് നമ്മളെ പാടങ്ങളിലൊക്കെ കൊയ്യുമ്പോൾ കൊയ്ത്തുകാരിറങ്ങി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ തള്ളി പറഞ്ഞേക്കും. കതിര് പെറുക്കടാ, പോയിട്ട് കതിര് പെറുക്കുക എന്ന് പറഞ്ഞിട്ട് കതിര് പെറുക്കാനായിട്ട് നമ്മളെ തള്ളി പറഞ്ഞയക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം കൊയ്ത്തുകാരിൽ നിന്നും അവരുടെ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ ഒന്നോ രണ്ടോ മുരടുകൾ കൊഴിഞ്ഞു പോകുന്നത് പെറുക്കിയെടുക്കാനാണ് നമ്മളെ പറഞ്ഞയക്കുന്നത്. കാരണം അതിൻ്റെ വില അറിയായിരുന്നു. അതുകൊണ്ടാണ് അത് പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലുമൊക്കെ കുട്ടികളോ മറ്റുള്ളവരൊക്കെ പറഞ്ഞേക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പാടം മുഴുവൻ നെല്ല് നല്ല രീതിയിൽ വിളയാറായി നിൽക്കുമ്പോൾ അതൊക്കെ അരിഞ്ഞു കൊണ്ടുപോയിട്ട് കന്നുകാലികൾക്ക് കൊടുക്കുന്നു. വല്ലാത്ത ദയനീയമായ അവസ്ഥയാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, വിളയാറായിട്ട് നിൽക്കുന്ന നെല്ലുകളാണ്. ഇത് വിളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും ചാക്ക് കണക്കിന് നെല്ല് സ്വരൂപിക്കാൻ കഴിയും. എന്നാൽ ആരെങ്കിലുമൊക്കെ വിളഞ്ഞു കഴിഞ്ഞിട്ട് അരിഞ്ഞു കൊണ്ടുപോയിക്കോട്ടെ എന്ന രീതിയിൽ നിൽക്കില്ല. കന്നുകാലികൾക്ക് അരിഞ്ഞു കൊടുക്കാനായിട്ട് തിരക്ക് കൂട്ടുകയാണ് മനുഷ്യർ. അരിഞ്ഞൊരു വിധത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ മുൻഭാഗത്ത് മാത്രം കുറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കേണ്ടത്. പഴയ കാലത്ത് ദാരിദ്ര്യമാണെങ്കിലും കഞ്ഞിയും ചമ്മന്തിയും കൂട്ടി ആ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കിയിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ കഴിയില്ല. കാരണം കാലങ്ങളൊക്കെ വളരെ വളർന്നു. ഇന്നത്തെ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ജീവിത രീതിയൊക്കെ പഴയ കാലത്തിൽ നിന്നും എത്രയോ മുമ്പോട്ട് ചലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞിയും ചമ്മന്തിയും കൊണ്ട് ഇന്നത്തെ ദാരിദ്ര്യം അകറ്റാനാകും. ഇന്നത്തെ ദാരിദ്ര്യം ഉള്ളിലുണ്ടെങ്കിലും അത് മേക്കപ്പ് ചെയ്ത് ഒരാളെയും അറിയിക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കാനേ കഴിയും. പഴയ കാലത്ത് വരി എന്നൊരു സാധനമുണ്ട്, നെല്ലിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അത് അരിഞ്ഞു കൊണ്ടുപോയിട്ട് അരിയാക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുക. വിളഞ്ഞു നിൽക്കുന്ന ആർക്കും അരിഞ്ഞു കൊണ്ടാവുക എന്നുള്ള രീതിയിൽ നെല്ല് വിളയാറായി നിൽക്കുമ്പോൾ അതിനൊക്കെ കന്നുകാലികളെ ഇട്ട് നിരക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ അവരൊക്കെ മുമ്പ് കൃഷിക്കാരല്ലായിരുന്നോ എന്ന് ചിന്തിച്ചു പോവുക. ഇതൊക്കെ കന്നുകാലികളെ കടത്താതെ കന്നുകാലികൾക്ക് അരിഞ്ഞു കൊണ്ടുപോകാതെ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും പാവപ്പെട്ടവരൊക്കെ അടുത്തുള്ളവരൊക്കെ അരിഞ്ഞു കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ തന്നെ അരിയല്ലേ എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. കാരണം അവർ നട്ടതോ നനച്ചതോ അല്ല. അത്രയ്ക്കും നെൽമണിയാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് ഒരു വിഷമം കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തൊന്ന് പറഞ്ഞത്. പഴയ കാലത്ത് കൃഷിക്കാരായിരുന്നവരും അന്ന് പാടം കൊയ്യുമ്പോൾ കതിര് പെറുക്കാനായിട്ട് വിട്ടിരുന്നവരൊക്കെ തന്നെയാണ് ഇന്ന് ഈ കടുംകൈ ചെയ്യുന്നത്. അവരെ നാൽക്കാലികൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ അരിഞ്ഞു കൊണ്ടുപോയിട്ട് നാൽക്കാലികളെ സംതൃപ്തിപ്പെടുത്തുകയാണ്. എന്നാൽ ഇതൊക്കെ വിളഞ്ഞ് ആരെങ്കിലുമൊക്കെ തടഞ്ഞ് വിളഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പാവപ്പെട്ടവരാരെങ്കിലുമൊക്കെ ഇതൊക്കെ അരിഞ്ഞു കൊണ്ടുപോകുമായിരുന്നു എന്ന് വേദനയോടെ ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ടു എന്ന് മാത്രം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.